ഹെപ്റ്റ ബീറ്റ്സിൻ്റെ വെസ്റ്റേൺ ക്ലാസ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 13 ലെസൺ വരെയാണ്, എക്സസൈസ് നമ്പർ 13 ക്വാർട്ടർ റെസ്റ്റ് വരെയാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലെസൺ നമ്പർ 14 ക്രിസ്റ്റൽ റോക്ക് 2 ആണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് റെസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽ റോക്ക് 2 1 2 3 4 1 2 3 4 പേജ് നമ്പർ 13 PDF കയ്യിലുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതിൽ റിപ്പീറ്റ് സൈൻ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞ് അടുത്ത ബാറിലേക്ക് പോവുക. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് സെക്കൻഡ് ടൈം പ്ലേ ചെയ്യുമ്പോൾ സിയും കൂടെ ആഡ് ചെയ്യുക എന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു 70 ടെമ്പോ അല്ലെങ്കിൽ 80 ടെമ്പോയിൽ നമുക്ക് ഈ ലെസണിനെ ഒരു റിതം ഇട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഒരു 80 ഒരു ആവറേജ് സ്പീഡാണ്. അപ്പോൾ ഇതിൽ ഒരു 8 ബീറ്റ് പ്ലേ ചെയ്യാൻ പോവാണ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇതിൽ കോഡ്സ് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. കോഡ്സിൻ്റെ എക്സസൈസ് കൊടുത്തിട്ട് കോഡ്സ് എങ്ങനെയാണ്. അപ്പോൾ ഈ ലെസണിൻ്റെ മേളിലായിട്ട് ബാറിൻ്റെ മേളിലായിട്ട് സി വരുന്നുണ്ട്, ജി വരുന്നുണ്ട്. ഡി പ്ലേ ചെയ്യുമ്പോൾ ജി കോഡ്, വീണ്ടും സി കോഡ്, എൻഡിൽ സി കോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേറൊരു സോങ്ങിലേക്ക് പോകാം. അടുത്തത് 16ാമത്തെ ലെസണാണ്. 16ാമത്തെ ലെസണിൽ നമുക്കൊരു വേറൊരു ടോണൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓൾട്ടോ സാക്സ് കൊടുത്തിട്ട് നമുക്ക് ഈ ലെസൺ ഒന്ന് പ്ലേ ചെയ്യാം. ആദ്യം ഞാൻ റിതം ഇല്ലാണ്ട് പ്ലേ ചെയ്യാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് റിതം ഇട്ട് എങ്ങനെ ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ, റിതം വിത്ത് കോഡായിട്ട് ഒരുമിച്ച് പ്ലേ ചെയ്യാമെന്ന്. സി കോഡും ജി കോഡും നന്നായിട്ട് പ്ലേ ചെയ്യുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഓരോ ബാറിലും ഓരോ കോഡാണ് പ്ലേ ചെയ്യേണ്ടത്. സി കഴിഞ്ഞാൽ ഉടനെ ജി പ്ലേ ചെയ്യുക, അടുത്ത ബാറിൽ വീണ്ടും സി ജി. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ലെസൺ, അതായത് ക്രിസ്റ്റൽ റോക്ക് 12 ക്രിസ്റ്റൽ റോക്ക് 1 12th ലെസണും 14ഉം ക്ലിയർ ആയാൽ മാത്രമേ ഇത് ഓരോ ബാറിലും മൂവ് ചെയ്യത്തുള്ളൂ. ഈ എക്സസൈസ് നന്നായിട്ട് പ്ലേ ചെയ്താൽ മാത്രമേ സിയും ജിയും ക്ലിയർ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെസൺ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് നോക്കാം. 2 3 4 2 3 4 1 2 3 4 1 2 3 4. ഇത് തന്നെ നമുക്കൊരു 80 ടെമ്പോയിൽ നമുക്കൊരു റിതം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോർമൽ 8 ബീറ്റ് ടെമ്പോ 80 മതിയാവും, അല്ലെങ്കിൽ 70 ആയാലും സാരമില്ല. 80 70 ഈ ടെമ്പോയിൽ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിൽ സിങ് സ്റ്റാർട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. സിങ് സ്റ്റാർട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിതം ഓൺ ചെയ്തിട്ട് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. റെഡി?
ഓക്കെ, നെക്സ്റ്റ് ലെസൺ 22 ആണ്. നെക്സ്റ്റ് ലെസൺ എന്ന് പറയുന്നത് 17 ലെസൺ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മിസ്സിങ് ആണ്. അപ്പോൾ PDF അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴും ഇത് എല്ലാവരുടെ കയ്യിലും ഈ 17 ലെസൺ മുതൽ മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ 22-ൽ നമുക്ക് വൈബ്സ് എന്ന് പറയുന്ന ഒരു ടോൺ, ഇതിൽ വേറൊരു ടോണുണ്ട്. നമുക്ക് വൈബ്സ് ഇതിൽ 22-ൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. ബോസാ ബോയാണ് റിതം വരുന്നത്. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പ്ലേ ചെയ്യാണ്ട് ലെസണിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ലാറ്റിൻ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോസ എന്ന് പറയുന്നത് ഒരു റിതം കിട്ടും. അതിൻ്റെ ടെമ്പോ നമുക്ക് 80 മതിയാവും. കാരണം എല്ലാവർക്കും പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പോയാണ് 70-ഉം 80-ഉം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകാതിരിക്കുക. ബിഗിനേഴ്സ് അതിന് മുകളിലേക്കുള്ള ടെമ്പോയിൽ പോകാതിരിക്കുക. ഓക്കെ, ഓക്കെ. ഇതിൽ അല്ലാതെ എൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എൻഡിങ് ഒരു BGM കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പ്ലേ ആവുന്നതായിരിക്കും. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടുള്ളവർ ഈ ലെസൺ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.